വീടിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് 2 പപ്പായ കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ അച്ചാർ ഉണ്ടാക്കുന്നത്. അത് കുനുവിനെ അരിഞ്ഞ് വേവിച്ച് മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമ്മുടെ ഉലുവ എടുത്ത് നമ്മൾ വറുത്തെടുക്കണം. തൊട്ടപ്പുറത്ത് തന്നെ ആകുമ്പോൾ നല്ല കിടിലൻ ഉഴുന്നുവട ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മണം ആസ്വദിച്ച് നമ്മൾ അടിപൊളിയായിട്ട് ഉലുവ വറുത്തെടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ കഴിഞ്ഞ നെല്ലിപ്പുളി അച്ചാറുണ്ടാക്കിയ പോലെ തന്നെ ആ കായവും ഉലുവയും കൂടി വറുത്തും മാറ്റി പിന്നീട് മിക്സിയിൽ അടിച്ചെടുക്കണം. അതിന് വേണ്ടിയാണ് ഇപ്പോൾ ഉലുവ എടുത്തിരിക്കുന്നത്. പിന്നീട് അതിലെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ കായം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഏകദേശം 4-5 മിനിറ്റോളം നമുക്ക് ആ കായം എണ്ണയിലിട്ട് വറുത്തെടുക്കുക. ഏകദേശം സെറ്റായി കഴിയുമ്പോൾ നമുക്ക് ആ ഉലുവ വറുത്ത് വെച്ച പാത്രത്തിലേക്ക് മാറ്റാം. കാരണം ഉലുവയും കായവും കൂടിയാണ് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്ത് അച്ചാർ ചേർക്കാൻ പോകുന്നത്. കായം എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഒരു പിടി കടുക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ചേർക്കുക. പിന്നീട് നേരത്തെ അരിഞ്ഞു വെച്ച മുളകും വേപ്പിലയും കൂടി ചേർത്ത് ഇളക്കുക. കഴിഞ്ഞ തവണ നമ്മുടെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത നെല്ലിപ്പുളി അച്ചാർ ഇടുന്ന വീഡിയോ കണ്ടവർക്കറിയാം. ഏകദേശം ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ അച്ചാറും പ്രിപ്പയർ ചെയ്യുന്നത്, പപ്പായ അച്ചാറും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ഇളക്കി ഒരു ബ്രൗൺ കളർ ആവുന്ന നേരത്ത് നമുക്ക് അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1-2-3 സ്പൂൺ മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നീട് നേരത്തെ നമ്മൾ അരിഞ്ഞ് വേവിച്ച് മാറ്റി വെച്ച പപ്പായ അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നീട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ മസാലയൊക്കെ ശരിക്കും ആ പപ്പായയിൽ പിടിക്കണം, അതുവരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം വഴറ്റി ഒന്ന് സെറ്റ് ആവുന്നേരത്തും നമുക്ക് അല്പം ഉപ്പ് വിതറി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നേരത്തെ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഉലുവയും കായയും കൂടി മിക്സിയിലിട്ട് അടിച്ച് പൊടിച്ചെടുത്തിട്ട് അതും കൂടി ഇതിനു കൂടെ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഏകദേശം നമ്മുടെ പപ്പായ ഏകദേശം വാടി വന്നിട്ടുണ്ട്. അത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അല്പാൽപമായി വിനാഗിരി ചേർത്ത് കൊടുക്കാം. വിനാഗിരി കുറവ് വേണ്ടവർക്ക് കുറവ് ഒഴിക്കാം, കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഒഴിക്കാം. പിന്നെ അത്യാവശ്യത്തിന് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം, മുളക് കുറവാണെങ്കിൽ മുളക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് പോലെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഏകദേശം അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ പപ്പായ അച്ചാർ. അച്ചാറെല്ലാം ഏകദേശം ഒരേ നൂലിൽ കെട്ടാവുന്ന ഒരു ഐറ്റം ആയതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് സൂപ്പറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ നെല്ലിപ്പുളി ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കിട്ടി, ഇത് പപ്പായ ഞങ്ങളുടെ മുറ്റത്ത് നിന്ന് കിട്ടി. അങ്ങനെ മുറ്റത്തും തൊടിയിലും വീട്ടിലും കാട്ടിലും പറമ്പിലുള്ള എന്തുകൊണ്ടും നമുക്ക് അച്ചാറുണ്ടാക്കാം. അതുകൊണ്ട് അച്ചാറുണ്ടാക്കൂ, ജീവിതം ആഘോഷിക്കൂ. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.